ഈ അഫ്സൽ എന്ന് പറഞ്ഞ ആൾ ഒരുപാട് രീതിയിൽ ജാസ്മിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് പിന്നെ അതേപോലെ തന്നെ ജാസ്മിനായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആ സമയത്തുള്ള ഫോട്ടോസ്, വീഡിയോസ്, അവരുടെ തനി നിറം എന്താണ്, ഓന്താണോ എന്താണെന്നൊക്കെ കണ്ടേനെ. ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ ജാഫർ എന്നൊരു കണ്ടസ്റ്റന്റ് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരിയുടെ പൊറോട്ട നാടകവും ഡ്രാമയെ കണ്ടിട്ട് എന്താ വലിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. അഫ്സൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ കുറച്ച് പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ വ്യക്തമായിട്ട് ആ പയ്യൻ പറയുന്നുണ്ട്, ഇനി റിലേഷൻഷിപ്പ് വേണ്ട, ഇവിടെ നിർത്തുകയാണ്. ഈ പൊറോട്ട നാടകം ആരെ സഹിക്കുന്നത്? കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ വരെ പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഒരു ജോക്കറാണ്, ഫാമിലിയുടെ മുന്നിലും ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ഒരു ജോക്കറായിപ്പോയി എന്നൊരു ഫീലിംഗ് ഒബ്വിയസ്ലി ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ആ രീതിയിലുള്ളൊരു ബന്ധമാണല്ലോ കാഴ്ചവെക്കുന്നത്. റിലേഷൻഷിപ്പൊക്കെ ആവാം, ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ട്, ഒരെണ്ണം ഉള്ളവരുണ്ട്. ഈ കോളേജിലും സ്കൂൾസിലൊക്കെ പഠിക്കുന്ന പോലുള്ള സമയമല്ലല്ലോ. ഒരാളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു, ശരി. അത് കഴിഞ്ഞിട്ട് സെയിം ടൈം അകത്ത് പോയിട്ട്, അതും ഓക്കെ പബ്ലിക്കലി എല്ലാവരുടെയും മുന്നിൽ വീഡിയോ സംഭവം ഓണാക്കി അവിടെ നിന്ന് ഇത്രയും ഷോ കാണിക്കുമോ? ബിഗ് ബോസ് പറഞ്ഞു, ഫാമിലി വന്നിട്ട് ഫാമിലിയുടെ ഫീലിങ്സ് പറഞ്ഞു, ഫോൺ വിളിച്ചു, മുഖം കാണുമ്പോൾ മനസ്സിലാവുന്ന പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസ് 6 പേര് വന്നപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പല രീതിയിൽ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് ബിഗ് ബോസ് വരെ വാൺ ചെയ്ത്, എന്നിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന് വേറൊരു പേരാ പറയുന്നത്. അത് പോട്ടെ, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അവരും ഇഷ്ടമായിരിക്കാം. ചില ആൾക്കാരൊക്കെ കമന്റ് ചെയ്തേക്കുന്നതാണ് അവർ റിയൽ സ്നേഹമാണ്, അവർ സ്നേഹിക്കുകയാണ്. സ്നേഹിച്ചോട്ടെ, 7 മാസത്തെ റിലേഷൻഷിപ്പ് പുറത്തുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ജാസ്മിന് ഗബ്രിയായിട്ട് തോന്നിയെങ്കിൽ സ്നേഹിച്ചോട്ടെ. പക്ഷെ സ്നേഹമാന്ന് ഇന്നലെ വരെ പറഞ്ഞില്ല. അതാണ് എല്ലാവരും പ്രശ്നം. ഇഷ്ടമാന്ന് പറ, ഇഷ്ടമാന്ന് പറഞ്ഞതിന് ശേഷം സ്നേഹിക്ക്, എന്തോ ആയിക്കോ. അങ്ങനെ എല്ലാ ബിഗ് ബോസിലും കാണാറുള്ളതാ ഈ കോംബോയും ഡ്രാമയും പരിപാടി എല്ലാം കാണുന്നതാണ്. ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും, വളരെ വ്യക്തമായിട്ട് ജാസ്മിൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് അല്ല, അതിന് സിറ്റുവേഷൻഷിപ്പ് എന്നല്ല, അതിന് പ്രേമമല്ല, പിന്നെ എന്ത് വാഴക്കേന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഇഷ്ടമുണ്ട്, തുറന്നു പറയാതെ പിടിച്ചു വെച്ചേക്കുക. എന്ത് കോപ്പിനെ പിടിച്ചു വെച്ചേക്കുന്നത്? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, പുറത്തൊരാൾ റിലേഷനിലാണ്, കല്യാണം കഴിക്കാന്ന് പറഞ്ഞ വാക്ക് കൊടുത്തിട്ട് പോയി. അത് ജാസ്മിൻ തന്നെ 100 വട്ടം പറയുന്ന ആ പയ്യൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, പുറത്തൊരാൾക്ക് ഞാൻ ഇങ്ങനെ കമ്മിറ്റഡ് ആണ്, വാക്ക് കൊടുത്തിട്ട് വന്നേക്കാണ്, ഐ എം കമ്മിറ്റഡ് ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അയാളുടെ പേര് അവിടെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഓക്കെ, ഗബ്രെ ഇഷ്ടപ്പെട്ടു, ഈ പുറത്തെ കാര്യം ഇവിടെ പറയണ്ട, അത് കണ്ടിന്യൂ ചെയ്യും, പരിപാടി കഴിഞ്ഞില്ലേ. ഇതിപ്പോൾ ഒരാളുടെ ലൈഫും കൂടെ തൊലച്ച്, അതും ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയുടെ വന്നിരുന്ന അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ്, ഇത്രത്തോളം കമ്മിറ്റഡ് ആണ്, ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനിരിക്കുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫാദർ വരെ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പറയണ്ടെന്ന് അവളുടെ അടുത്ത് പറഞ്ഞു, എന്നിട്ട് പോലും പറഞ്ഞത്. അതിൽ കിടന്ന് എല്ലാവരുടെ മുന്നിൽ ഈ വായിട്ട് അലച്ച് ബഹളം വെച്ച് ഈ ഷോയും കാണിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കടിച്ച് ഉറങ്ങാതെ ഉറക്കം ഉളച്ച് ഈ കിടന്ന അഭ്യാസമൊക്കെ കാണിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് പറയാ, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ്. പിന്നെ അവസാനം സമ്മതിക്കേണ്ടി വന്നല്ലോ. അപ്പം ആ പയ്യൻ വെയിറ്റ് ചെയ്യുന്നത് എന്തർത്ഥമുള്ളത്? ഈ അഫ്സൽ എന്ന് പറഞ്ഞ ആൾ ഒരുപാട് രീതിയിൽ ജാസ്മിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് ആ ഒരു ഷോയ്ക്ക് വേണ്ട എല്ലാ പുറത്തുനിന്നുള്ള ഹെൽപ്പും ഈ അഫ്സലാണ് ചെയ്യുന്നത്. അതുപോലെ ക്ലോത്ത്സ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നത്, തുണി കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിന് അവിടെ എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. ഈവൻ ജാസ്മിൻ പോയ സമയത്ത് പോലും ജാസ്മിൻ ഫ്ലൈറ്റിൽ പോയി അഫ്സൽ എങ്ങാണ്ട് 5-6 പെട്ടിയായിട്ട് കാറിനകത്ത് പോയി അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് ഈ സാധനമൊക്കെ. അത്രത്തോളം 2 ദിവസം മുന്നെയോ അങ്ങാണ്ട് പോയി അങ്ങനെയൊക്കെ ചെയ്ത് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട്. കാര്യം ഒരാൾക്ക് എത്രത്തോളം ഒരു പാർട്ട്ണർ ചെയ്തു കൊടുക്കണം, ആ ഹെൽപ്പ് എല്ലാം പുറത്തുനിന്ന് ഇത്രയും സപ്പോർട്ടീവായിട്ട് ചെയ്ത ഒരാളെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ തേപ്പോട്ടി വെച്ച് തേക്കുക എന്ന് കണ്ടില്ലേ, അതിന്റെ ലൈവ് വേർഷൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1% അതിനകത്തൊരു ട്രൂ ലവ് ആയിരുന്നെങ്കിൽ ജാസ്മിൻ ഇതിന് പോവത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് പോവത്തില്ല, അവർ ബൗണ്ടറി നിർത്തിയാൽ. ഇനി ഗെയിമായിട്ട് എടുക്കാം, ഗെയിമായിട്ട് എടുക്കുവാണെങ്കിൽ ഓക്കെ, ഗെയിം കളിക്കുക, അവിടെ ഗെയിം കളിക്കാൻ ബാക്കി എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരാരെങ്കിലും ഈ പരിപാടിക്ക് നിൽക്കുന്നുണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു ഓപ്ഷൻ. കാര്യം പുറത്തുനിന്ന് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ലവ് ട്രാക്ക് വേണം ഇങ്ങനെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് വീഴും. അവർ വിചാരിച്ച സാധനം, അതായത് അവർ രണ്ടുപേരും വിചാരിച്ച സാധനം അവിടെ നടക്കുന്നുണ്ട്. എല്ലാ ഓഡിയൻസിനും അവരെ തന്നെ ശ്രദ്ധിക്കണം, അവരൊരു ടോക്ക് ആവണം. എവിടെ തുറന്നാലും അതേ ഉള്ളൂ. ഞാൻ തന്നെ 3-4 വീഡിയോ ചെയ്തു, അതുകൊണ്ടാണ് പറയുന്നത്. അത്രത്തോളം ഭംഗിയായിട്ട് കാര്യം നടക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഷോയ്ക്ക് പോലും ഇത്രത്തോളം റേറ്റിംഗ് വരാനും ആൾക്കാർ കുത്തിയിരുന്ന് നൈറ്റ്, അതിനകത്തൊരു കമന്റ് വന്നില്ലേ, ഫ്ലൈറ്റിൽ പറക്കുന്നവർ പോലും എന്ത് നൈറ്റ് ഇതാ കാണുന്നത്, ആ രീതി വരെ കമന്റ് വരണമെങ്കിൽ അത്രത്തോളം ക്യാമറ സ്പേസ് കിട്ടി. അത് അവർ വിചാരിച്ച കാര്യം നടന്നു. പക്ഷേ അത് അവരുടെ വേറൊരു സൈഡ്, പുറത്തെ ലൈഫ്, ഇത് റിയൽ ലൈഫ് എന്ന് പറയുന്നല്ലോ, ഇത് പുറത്തെ ലൈഫ് തൊലഞ്ഞെന്ന് പറയാം. അതുകൊണ്ടാണല്ലോ ഈ അഫ്സൽ എന്ന് പറഞ്ഞ ആൾ വന്ന് ഈ ഒരു പോസ്റ്റ് ഇടേണ്ട അവസ്ഥ വരികയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എൻഡ് ആക്കുക. കാര്യം ഒരുപാട് രീതിയിൽ പുള്ളിക്ക് നാണം കിട്ട്, പല ആൾക്കാരും മോശമായിട്ട് വരും. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ചെറിയ റിലേഷൻഷിപ്പ് ഇങ്ങനെ പൊട്ടുമ്പോൾ ഒരാൾ കളിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരന്മാർ തന്നെ നമ്മളെ കളിയാക്കും. അപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടിട്ട് അവരുടെയൊക്കെ റെസ്പോൺസ് എന്തായിരിക്കും, എത്രത്തോളം പേഴ്സണൽ മെസ്സേജ് ആണ്, എത്രത്തോളം നാണക്കേടായിരിക്കും അയാൾ അനുഭവിച്ചത്. അതുകൊണ്ട് അത് ഇവിടെ എൻഡ് ആക്കുക, ഇനി ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ ജാസ്മിനായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആ സമയത്തുള്ള ഫോട്ടോസ്, വീഡിയോസ് അതൊന്നും ഇടാൻ താല്പര്യമില്ല. കാര്യം അത് എത്തിക്സിന് എതിരാ, പുള്ളിയുടെ എത്തിക്സ് അതാണ്. അത് നല്ല കാര്യം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം, അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്, അതിനകത്ത് നമ്മൾ തലേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ
അതൊക്കെ പുറത്ത് കാണിക്കണമായിരുന്നു. കാര്യം എന്നാൽ കുറച്ച് ഈ വായിട്ട് അളിക്കുന്നുണ്ടല്ലോ ഇവർക്ക് വേണ്ടി കുറേ സപ്പോർട്ട് ചെയ്യുന്നത്, അവർ കുറച്ചുകൂടെ മനസ്സിലാക്കിയാണ് ഇവരുടെ തനി നിറം എന്താണ്, ഓന്താണോ എന്താണെന്നൊക്കെ കണ്ടേനെ. പുറത്തുനിന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത, ഇത്രത്തോളം കഷ്ടപ്പെട്ട് എന്തെല്ലാം ചെയ്തു കൊടുക്കാമോ അതെല്ലാം ജാസ്മിന് ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയെ ഈ രീതിയിൽ തേച്ചൊട്ടിച്ചെങ്കിൽ ജാസ്മിൻ സുന്ദരമായിട്ട് ഗബ്രിയെ തേക്കും. ഗബ്രിയുടെ വീട്ടുകാർ വന്ന് സംസാരിക്കുമ്പോൾ പോലും ഗബ്രിയുടെ മുഖമൊക്കെ മാറിപ്പോയി. അവർ ആ ഒരു സമയത്തേക്ക് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി, അതായത് നമ്മളെ പ്രേക്ഷകരെ, ഓഡിയൻസിനെ പറ്റിക്കാൻ വേണ്ടി കരഞ്ഞ് ബഹളം വെച്ച്, കൺഫെഷൻ റൂം മറ്റേ റൂമായ അവസ്ഥയെ അവിടെ പോയി കിടന്ന് ബഹളം വെച്ച് കരഞ്ഞ്, കൂടെ പോയി രശ്മിൻ ഇരിക്കുന്നു, അപ്സര ആരോ കൂടി ഇരിക്കുന്നു, എന്തൊക്കെ അഭ്യാസങ്ങൾ. അവസാനം ബിഗ് ബോസ് തന്നെ ചോദിക്കും ഇതിനു വേണ്ടി ഒന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് മോഹനെന്ന് ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് പൊട്ടന്മാരല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് വീണ്ടും കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നത് വേറെ കാര്യം. അവർക്ക് ഇപ്പം കട്ട സപ്പോർട്ട്, കട്ട ഫാൻ ജാസ്മിൻ താത്ത. അവരോട് എനിക്ക് പറയാനുള്ളത്, ജാസ്മിൻ്റെ അഭ്യാസമൊക്കെ നിങ്ങൾ തന്നെ ഒരു സ്റ്റേജ് കെട്ടി നിങ്ങൾ തന്നെ ഇരുന്ന് കണ്ട് കൈയടിക്കുക. നാട്ടുകാരുടെ മുന്നിൽ ഇത് പ്രദർശിപ്പിച്ചിട്ട് അതിനെല്ലാവരും കൂടെ കൈയടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുത്ത് നിർത്തിക്കുന്ന ആളല്ല ഞങ്ങൾ. ഓക്കെ.